മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ 2 തെസ്സലോനി 3-ാം അധ്യായം 2-3 വാക്യങ്ങൾ. 2 Thessalonians chapter 3 verses 2 and 3. പ്രചാരവും മഹത്വവും ലഭിക്കുന്നതിനും ദുഷ്ടന്മാരും അധർമ്മികളുമായ മനുഷ്യരിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുന്നതിനുമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം വിശ്വാസം എല്ലാവർക്കുമില്ല, എന്നാൽ കർത്താവ് വിശ്വസ്തനാണ്. അവിടെ നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും. ദുഷ്ടന്മാരും നികൃഷ്ടരുമായ ആളുകളുടെ മധ്യയാണ് ക്രൈസ്തവൻ ജീവിക്കേണ്ടത്. അവരുടെ ഉപദ്രവം എവിടെയും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അവരെ പോലെ തന്നെ തിരിച്ച് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധ്യമല്ല. പ്രാർത്ഥനയുടെ ശക്തിയിൽ ആശ്രയിച്ചാണ് വിശുദ്ധ പൗലോസ് അവരോട് എതിരിട്ടത്. ദുഷ്ടന്മാരെ എല്ലാം നിഗ്രഹിച്ച് നമ്മെ പരിരക്ഷിക്കണമെന്നല്ല, നമ്മെ ഉറപ്പും ധൈര്യമുള്ളവരാക്കുമെന്നും ശത്രുവിന്റെ ഉപദ്രവം നമുക്ക് ദോഷമായി ഭവിക്കാതിരിക്കാൻ കാത്തുകൊള്ളുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശത്രുക്കളെ നശിപ്പിക്കുന്ന ദൈവത്തെയല്ല, ആപത്ത് കാലത്ത് ഉറച്ചു നിൽക്കുവാനുള്ള കരുത്തു തന്ന് നമ്മെ രക്ഷിക്കുന്ന ദൈവത്തെ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നു. നമ്മുടെ ശത്രുക്കളെല്ലാം നശിക്കണമെന്ന് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നു. ദൈവം അവരോട് പ്രതികാരം ചെയ്ത് ശിക്ഷിക്കണമെന്ന് നാം പ്രാർത്ഥിക്കുകയും ചെയ്യും. ശത്രുക്കൾക്ക് ആപത്ത് സംഭവിച്ചാൽ ദൈവരെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞ് സന്തോഷിക്കും. ആ വിധത്തിൽ നാം ആഗ്രഹിക്കരുത്. അത് ക്രിസ്ത്യാനിക്കൊട്ടും യോജിച്ചതല്ല. ദൈവം ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനാണ് ഇഷ്ടപ്പെടുന്നത്. അവരുടെ ദോഷപ്രവൃത്തികൾ നമ്മെ ബാധിക്കാത്ത വിധത്തിൽ ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ച് ധൈര്യപ്പെടണം. ഇപ്പോൾ നമ്മെ ഉപദ്രവിക്കുന്നവർ മുഖാന്തരം ഭാവിയിൽ നമ്മെ സഹായിക്കുവാൻ ദൈവം ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കാം. അവരെ ഇപ്പോൾ സംഹരിച്ചാൽ അതിനുള്ള സാധ്യതയില്ലല്ലോ. ആദ്യ സഭയെ നശിപ്പിക്കുവാൻ വെമ്പൽ കൊള്ളുകയും സ്തേഫാസിനെ കല്ലെറിയുവാൻ സഹകരിക്കുകയും ചെയ്ത പൗലോസിനെ ദൈവം ഉടനെ ശിക്ഷിച്ചില്ല. ഭാവിയിൽ അപ്പസ്തോലന്മാരുടെ സഹപ്രവർത്തകനായി പൗലോസിനെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം ഉദ്ദേശിച്ചിരുന്നു. ദൈവം ദുഷ്ടന്മാരെ നശിപ്പിക്കാതെ അവരുടെ ഉപദ്രവത്തിൽ നമ്മെ രക്ഷിക്കുന്നത് ഭാവിയിൽ അവരെ കൊണ്ട് നമുക്ക് പ്രയോജനം വരും എന്നതിലാണ്. ദുഷ്ടന്മാർ നശിക്കുന്നതല്ല, അവരുടെ ഉപദ്രവം നമ്മെ ബാധിക്കാതിരിക്കുന്നതാണ് പ്രധാനം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.